BJP-കാരോട് പറയാനുള്ളത് ഉളുപ്പില്ലായ്മ ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ല. പക്ഷെ അതിങ്ങനെ അലങ്കാരമായിട്ട് വെച്ചുകൊണ്ട് നടക്കല്ല. കരഞ്ഞു പിടിച്ച് നടന്നതിന്റെ ഭാഗമായി സുരേഷ് ഗോപിക്ക് ഒരു സീറ്റ് കൊടുത്തു എന്ന് പറഞ്ഞ് ഇന്ന് ബാക്കിയുള്ള ജില്ലകളെല്ലാം തൃശ്ശൂരിനെ തെരുവിളിയുണ്ട്. കേരളത്തിനാകെ 1.5% നികുതി റിട്ടേൺസ് തിരിച്ചു കൊടുക്കുന്നത്. ഇത് നമ്മൾ ആവശ്യപ്പെടുന്ന ഫണ്ടും തരുന്നില്ല, കടം പോലും തരുന്നില്ല. ഇവന്മാര് വെട്ടിച്ചുരുക്കി കേരളത്തിന്റെ നികുതി മൊത്തം കൊണ്ടുപോയി തിന്ന് പള്ള വീർപ്പിക്കുകയാണ് BJP. ഇതിന് കാരണം എന്താണ്? നമ്മൾ സൗത്ത് ഇന്ത്യൻ ദ്രാവിഡരായോണ്ട് വർഷങ്ങളായി സൗത്ത് ഇന്ത്യ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേന്ദ്ര അവഗണന. 100 കണക്കിന് മനുഷ്യരെ തമിഴ്നാട്ടിൽ പട്ടാളക്കാരെ അയച്ച് വെടിവെച്ചു വന്നിട്ടുണ്ട്. നമ്മുടെ റിസോഴ്സ് എല്ലാം കട്ടുമുടിച്ചുകൊണ്ട് പോയി തിന്നു കൊഴുക്കുന്നതും പോരാഞ്ഞിട്ട് ക്രെഡിറ്റ് അടിക്കാൻ നിൽക്കുവാണ്. നമ്മുടെ സംസ്കാരവും പാരമ്പര്യവും അടങ്ങുന്ന വിദ്യാഭ്യാസ രംഗം പോലും കൈക്കുള്ളിലാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായി സാമ്പത്തികമായി കേരളത്തെ ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഒരു ലെവലേശം ഉളുപ്പില്ലാതെ ക്രെഡിറ്റ് അടിക്കാൻ വന്നിരിക്കുക. ഇവിടെ പട്ടിണി ഇല്ലെങ്കിൽ ഈ നാട്ടിലെ വിദ്യാഭ്യാസ രംഗം മുന്നിലാണെങ്കിൽ അത് ഈ നാടിന്റെ പാരമ്പര്യമാണ്. അല്ലാതെ നിങ്ങൾ മതതീവ്രവാദികൾ ഈ നാടിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഇനി ഇവിടുന്ന് കട്ടുമുടിച്ചോണ്ട് പോകുന്നതിന് ഒരു തീരുമാനം ഉണ്ടാക്കും. ബ്രിട്ടീഷുകാരെ പോലെ തീറ്റിക്കില്ല ഒന്നിനെ. കാരണം ഞങ്ങളുടെ തലമുറ ജീവിക്കേണ്ടത് മതഭ്രാന്ത് മൂത്ത നിങ്ങളുടെ നോർത്ത് ഇന്ത്യയിലല്ല.